ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മൾ ഓമനിച്ചു വാങ്ങുന്ന കളിപ്പാട്ടങ്ങൾ അതിനകത്ത് പേടിപ്പെടുത്തുന്ന ഒരു രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന്. കേൾക്കുമ്പോ തന്നെ ഒരു പേടി തോന്നുന്നില്ലേ? ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇന്റർനെറ്റിൽ വൈറലായ ഒരുപാട് പേരെ ഭയപ്പെടുത്തിയ ഒരു പാവയുടെ കഥയാണ്. അതെ, കാണാൻ നല്ല ഭംഗി, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ട്രെൻഡി ലുക്ക്. പക്ഷേ ശപിക്കപ്പെട്ടത്. ഈ വാക്കുകൾ ചുമ്മാ പറയുന്നതല്ല. പുറമേ കാണുന്ന ഈ ഭംഗിക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നമ്മൾ കാണാൻ പോകുന്നതേയുള്ളൂ. അപ്പോ ഈ കഥ തുടങ്ങുന്നത് റിയയിൽ നിന്നാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ട്രെൻഡിംഗ് ആയിരുന്ന ആ ലബൂബു പാവയില്ലേ, അത് സ്വന്തമാക്കിയതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലായിരുന്നു നമ്മുടെ റിയ. അപ്പോ ഈ പാവയെ കണ്ടാൽ ആരും ഒന്ന് നോക്കിപ്പോവും. നല്ലൊരു റോസ് നിറം, പിന്നെ ആ കണ്ണുകൾക്കൊരു പ്രത്യേക തിളക്കവുമുണ്ട്. പല്ലുകളാണെങ്കിൽ വജ്രം പോലെ വെട്ടിത്തിളങ്ങും. ഒറ്റ നോട്ടത്തിൽ ആർക്കായാലും ഇഷ്ടം തോന്നും. ഇതിലെന്താ ഇത്ര പേടിക്കാനുള്ളത്, അല്ലേ? പക്ഷേ ആദ്യത്തെ പ്രശ്നം തുടങ്ങുന്നത് അന്ന് രാത്രിയാണ്. റിയ ഉറങ്ങാൻ നേരം പാവയൊരു സ്ഥലത്ത് വെച്ചു. രാവിലെ എണീറ്റ് നോക്കുമ്പോഴുണ്ടല്ലോ, പാവ അവിടെയില്ല, വേറൊരു സ്ഥലത്താണിരിക്കുന്നത്. അപ്പത്തന്നെ റിയയുടെ മനസ്സിൽ ഒരു സംശയം തോന്നിത്തുടങ്ങി. അപ്പോ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഉറക്കത്തിൽ അറിയാതെ കൈത്തട്ടി മാറിയതായിരിക്കുമോ? അതോ വരാൻ പോകുന്ന വലിയൊരു അപകടത്തിന്റെ ഒരു ചെറിയ സൂചന മാത്രമായിരുന്നോ അത്? ആദ്യത്തെ ദിവസം വെറുമൊരു സംശയമായിരുന്നു. പക്ഷേ പതിയെ പതിയെ അത് ഭയമായി മാറാൻ തുടങ്ങി. കാരണം വിചിത്രമായ സംഭവങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി നടക്കാൻ തുടങ്ങുകയായിരുന്നു. അടുത്തതായി സംഭവിച്ചത് ഇതിലും ഭയാനകമായിരുന്നു. പാവയെ കാണാതാവുന്നു. കുറേ നേരം തിരഞ്ഞുശേഷം അവസാനം അതിനെ കട്ടിലിന്റെ അടിയിൽ നിന്ന് കിട്ടി. പക്ഷേ റിയയെ ഞെട്ടിച്ചത് അതല്ല, അതിന്റെ വയറ്റിൽ ഒരു കത്തികൊണ്ട് കുത്തിയ പോലെ ഒരു ചുവന്ന പാട്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ ആദ്യം ആരോടാ പറയാ? വീട്ടുകാരോടല്ലേ? റിയയും അതുതന്നെ ചെയ്തു. പക്ഷെ ആരും അവളെ വിശ്വസിച്ചില്ല. നിനക്ക് തോന്നുന്നതാ, നീ വെറുതെ പേടിക്കുന്നതാ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും അവളെ കളിയാക്കി. അതോടെ റിയ ശരിക്കും ഒറ്റപ്പെട്ടുപോയി. പക്ഷേ ആദ്യമായിട്ട് റിയ അല്ലാതെ മറ്റൊരാൾക്ക് ആ അസ്വാഭാവികത മനസ്സിലായി. റിയയുടെ സഹോദരി നേഹ ആ പാവയെ ഒന്ന് തൊട്ടുനോക്കി. തൊട്ടതും അവള് ഞെട്ടിപ്പോയി. ഫ്രീസറിൽ നിന്നെടുത്ത പോലത്തെ തണുപ്പ്, അതൊരു സാധാരണ തണുപ്പായിരുന്നില്ല. എന്തോ ഒരു അമാനുഷിക ശക്തിയുടെ സാന്നിധ്യം പോലെയായിരുന്നു അത്. ഇതുവരെ നടന്നത് ചെറിയ സൂചനകൾ മാത്രമായിരുന്നു. ഇനി സംഭവിക്കാൻ പോകുന്നത് ശരിക്കും ജീവന് ഭീഷണിയാകുന്ന കാര്യങ്ങളാണ്. ആ വീട്ടിലെ പേടിപ്പെടുത്തുന്ന സംഭവങ്ങൾ ഒരു പുതിയ തലത്തിലേക്ക് കടക്കുകയായിരുന്നു. അന്ന് രാത്രി റിയ ഒരു സ്വപ്നം കണ്ടു. ശരിക്കും ഒരു പേടി സ്വപ്നം. ആ സുന്ദരിയായ ലബൂബ് പാവ അവളുടെ നെഞ്ചത്ത് കേറിയിരിക്കുന്നു. എന്നിട്ട് അതിന്റെ ആ വജ്രം പോലത്തെ പല്ലുകളുകൊണ്ട് അവളുടെ കഴുത്തിൽ കടിക്കാൻ വരുന്നു. പക്ഷേ ഏറ്റവും വലിയ ഞെട്ടൽ അതായിരുന്നില്ല. അതൊരു വെറും സ്വപ്നമായിരുന്നില്ല. അവൾ പേടിച്ച് ഞെട്ടി എഴുന്നേറ്റപ്പോൾ കണ്ട കാഴ്ച എന്താണെന്നോ? സ്വപ്നത്തിൽ കണ്ട അതേപോലെ ആ പാവ അവളുടെ നെഞ്ചിലിരിക്കുന്നു. അവളുടെ പേടി അവിടെക്കൊണ്ടും തീർന്നില്ല. പെട്ടെന്ന് റൂമിലെ ലൈറ്റൊന്ന് മിന്നിത്തെളിഞ്ഞു. ആ വെളിച്ചത്തിൽ റിയ ആ കാഴ്ച കണ്ടു. റൂമിന്റെ ഒരു മൂലയിൽ ഒരു ചെറിയ ആൺകുട്ടിയിരിക്കുന്നു. അവളെത്തന്നെ നോക്കി ഒരു ഭീകരമായ ചിരി ചിരിക്കുന്നു. അടുത്ത നിമിഷം ആ കുട്ടി അപ്രത്യക്ഷനായി. അതേ സ്ഥലത്ത് ചുവന്ന കണ്ണുകളോടെ ആ പാവ. അപ്പോഴാണ് റിയക്ക് കാര്യം മനസ്സിലായത്. ആ പാവയെ നിയന്ത്രിക്കുന്നത് ആ കുട്ടിയുടെ ആത്മാവാണ്. ആ വീട്ടിലവൾ ഒറ്റയ്ക്കല്ല. ഇനി നടക്കാൻ പോകുന്നത് ആ അദൃശ്യശക്തിയുമായുള്ള ഒരു അവസാന പോരാട്ടമാണ്. റിയയുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ, ഏറ്റവും ദാരുണമായ നിമിഷങ്ങൾ. എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടണമല്ലോ. റിയയും അവളുടെ സഹോദരിയും ചേർന്ന് ഒരു അവസാന ശ്രമം നടത്തി. അവരാ പാവയെ എടുത്ത് ബാൽക്കണിയിൽ കൊണ്ടുപോയി കത്തിച്ചു. പക്ഷേ ഒരു കാര്യവുമുണ്ടായില്ല. കത്തിച്ചാമ്പലായെന്ന് വിചാരിച്ച ആ പാവ് ഒരു പോരൽ പോലും ഏൽക്കാതെ വീണ്ടും റൂമിലെ കട്ടിലിലിരിക്കുന്നു. ആ ശക്തിക്ക് മുന്നിൽ അവർ നിസ്സഹായരായിരുന്നു. അവസാനം ആരും പ്രതീക്ഷിക്കാത്ത ആ ക്രൂരമായ സംഭവം നടന്നു. ആ പാവ റിയയുടെ നേരെ ചാടി വീണു, അവളുടെ കഴുത്തിൽ കടിച്ചു, രക്തം കുടിക്കാൻ തുടങ്ങി. അതോടെ റിയയുടെ ജീവിതം അവിടെ അവസാനിച്ചു. ഒന്ന് ആലോചിച്ചു നോക്കൂ, കുട്ടികൾ കളിക്കുന്ന ഒരു പാവ ഒരു കൊലപാതകയായി മാറിയിരിക്കുന്നു. അതും ഇത്ര ക്രൂരമായി. ഇവിടെയാണ് ഏറ്റവും വലിയ ചോദ്യം വരുന്നത്: എന്തിനുവേണ്ടി? ഈ എന്തിനെ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് പുറകോട്ട് സഞ്ചരിക്കണം. കൃത്യമായി പറഞ്ഞാൽ ഒരു 20 വർഷം പിന്നോട്ട്. ആ വീടിന്റെ ഭിത്തികൾക്കുള്ളിൽ ഒളിപ്പിച്ചുവെച്ചൊരു രഹസ്യത്തിലാണ് എല്ലാത്തിന്റെയും തുടക്കം. റിയയുടെ മരണശേഷം ആ പാവ അവളുടെ അമ്മയായ ചാന്ദിനിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് സംസാരിക്കാൻ തുടങ്ങി. ചാന്ദിനി ആണ്ടി,
എന്നെ മറന്നുപോയോ? ഞാൻ ആരവ്. ആ പേര് കേട്ടതും ചാന്ദിനി ഞെട്ടിത്തെറിച്ചുപോയി. അപ്പോ എന്താണ് ആ 20 വർഷം മുൻപ് നടന്നതെന്നറിയോ? ആ വീട് ശരിക്കും ആരവെന്ന കുട്ടിയുടെയും അവന്റെ അമ്മയുടെയുമായിരുന്നു. ചാന്ദിനിയും മക്കളും അവിടെ വാടകയ്ക്ക് താമസിക്കാൻ വന്നതാണ്. പക്ഷെ ആ വീട് സ്വന്തമാക്കാനുള്ള ആർത്തി കാരണം ചാന്ദിനി ആരവിനെയും അവന്റെ അമ്മയെയും വിഷം കൊടുത്തു കൊന്നു. എന്നിട്ട് അവരുടെ ശരീരം ആ വീട്ടിൽ തന്നെ കുഴിച്ചിട്ടു. ഇപ്പോ അന്ന് കൊല്ലപ്പെട്ട ആരവിന്റെ ആത്മാവാണ് പ്രതികാരത്തിനായി തിരിച്ചുവരുന്നത്. അങ്ങനെ വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ആരവ് തന്റെ പ്രതികാരം പൂർത്തിയാക്കി. ലബൂബു പാവയുടെ ശരീരത്തിൽ കയറി അവൻ തന്റെ കൊലപാതകിയായ ചാന്ദിനിയെ കൊന്നു. പ്രതികാരം തീർന്നല്ലോ. അപ്പോ ആത്മാവ് പോകുമെന്ന് വിചാരിച്ചോ? ഇല്ല, കഥ അവിടെ തീർന്നില്ല. ആരവിന്റെ ആത്മാവ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അത് ബാക്കിയുണ്ടായിരുന്ന സഹോദരി നേഹയെ ആ വീട്ടിൽ പൂട്ടിയിട്ട് എന്നിട്ട് പറഞ്ഞു, ഇനി നീ എന്റെ കൂടെ ഇവിടെ കഴിയണം. എന്നേക്കുമായി അവൾ ആ പ്രേതത്തിന്റെ തടവിലായി. അപ്പോ ആരവിന് പ്രതികാരം കിട്ടി. പക്ഷേ ആ ആത്മാവ് ഇപ്പോഴും ആ വീട്ടിൽ നിന്ന് പോയിട്ടില്ല. ഒരു ശാപം പോലെ ആ വീടവിടെയുണ്ട്. അപ്പോ ഒരു ചോദ്യം ബാക്കിയാണ്. ഇനി ആ വീട്ടിലേക്ക് പുതിയതായി ആരെങ്കിലും താമസിക്കാൻ വന്നാലോ? അവരുടെ അവസ്ഥ എന്തായിരിക്കും?